ആക്ടർ വിജയ് ബഹുമാനപ്പെട്ട അദ്ദേഹം മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ. പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് എത്രമാത്രം മുൻപ് അദ്ദേഹം MLA ആയിട്ട് മത്സരിച്ചിട്ടോ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല. അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അത്യാവശ്യം കാര്യങ്ങളെ നന്നായിട്ട് വിഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് ആ നാട് ഭരിക്കുന്നത്. അപ്പം ഒരാൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതിലുപരി ഒരാൾക്ക് എന്തോരം വിഷൻ ഉണ്ടെന്നുള്ളതായിരുന്നു മെയിൻ കാര്യം. സ്ത്രീകൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ നടക്കുന്ന ഇഷ്യൂസുകളും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാതെ പോകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. മാഡം ഇന്നലെ ഇതിൻ്റെ പ്രിവ്യൂ ഒക്കെ കണ്ടിരുന്നു നമ്മൾ. അപ്പോൾ മികച്ച പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് മാഡം എത്തിയതെന്ന് പറയാമോ? ഈ മൂവിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ക്യാമറാമാനാണ് ഷമീർ ജിബ്രാൻ. ജിബ്രാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, മലപ്പുറമാണ് ഷൂട്ട്, ഫ്രീ ആയിരിക്കുമോ എന്നുള്ളത് ചോദിക്കുന്നത്. ജിബ്രു ആണ് ഇതിൽ എന്നെ കാസ്റ്റ് ചെയ്തത്. ശരിക്കും ഇന്നലത്തെ ഷോ കണ്ടിരുന്നല്ലോ, അതിനുശേഷം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തോടൊരു മെസ്സേജ് ആണല്ലോ തരുന്നത്? തീർച്ചയായിട്ടും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. മൂവി നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോറി അതുപോലെ നറേറ്റ് ചെയ്യുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ആസ് ആൻ ആക്ടർ. അപ്പോൾ അത് വർക്കൗട്ടായി എന്നുള്ളതിൽ എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, അത്രയും ഹാപ്പിയാണ്. ഈ സ്റ്റോറി കഥ കേട്ടപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം. അതെ അതെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി കേട്ടപ്പോഴേ ഇങ്ങനെ ഒരു ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കത് അറിയാം, പക്ഷെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എൻ്റെ ഒരു പോർഷൻ മാത്രമാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഫിലിമിൻ്റെ ഒരു ഫുൾ സ്റ്റോറി എന്നോട് പറഞ്ഞിട്ടില്ല, ചെറിയൊരു കണ്ടൻറ്റ് മാത്രമാണ് പറഞ്ഞത്. എനിക്ക് ചെയ്യാനുള്ള ഏരിയാസിനെ കുറിച്ചായിരുന്നു കൂടുതൽ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ മൂവി ലഹരിക്കെതിരെ ഒരു മെസ്സേജ് എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പല മേഖലകളും അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മനുഷ്യര് നന്മ, ഇപ്പം ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവാറുണ്ട്. അതിൽ സർക്കാർ ഇടപെട്ട് അതിന് പ്രശ്നം സോൾവ് ചെയ്യാറുണ്ട്, പൊളിറ്റിക്കലി അത് സോൾവ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് സാധാരണക്കാരത് സോൾവ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ഓപ്പറേഷൻ വരുവാണ്, അല്ലെങ്കിൽ ഇത്ര കോടി രൂപ ഫണ്ട് റേസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊരു പൊളിറ്റിക്കലി മാത്രം എടുക്കാതെ അതിനൊരു കൂട്ടം ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കാം ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ളൊരു കൂട്ടായ്മയുടെയും നന്മയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ളൊരു സിനിമയാണ് ബോളാഗോള. അതുപോലെ ഈ സിനിമ റിലീസിനോട് എടുത്തപ്പോൾ ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു സീസണാണ്. അതെ. അതുപോലെ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. അതെ. ഈ രണ്ട് കാര്യങ്ങളും കണക്റ്റായി വന്നപ്പോൾ സിനിമയ്ക്ക് എത്രമാത്രം അതിനൊരു പോസിറ്റിവിറ്റി വന്നു? പോസിറ്റിവിറ്റിയാണ് കൂടുതലും. കാരണം ഫിലിം കാണുന്ന ഓരോരുത്തർക്കും നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമായിരിക്കണം, ബന്ധങ്ങളായിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് കൊടുക്കുന്നൊരു മെസ്സേജ്. മറ്റേ എന്തിൻ്റെയും പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ കിട്ടുന്ന സമയത്തുള്ള ഒരു ലഹരി മാത്രമേ ഉള്ളൂ. എന്നും ലഹരി എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ആണ് എന്നുള്ളൊരു നന്മയും മെസ്സേജും ആണ് നമ്മുടെ ഈ ഫിലിം പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ലഹരിയുടെ കാര്യം പറയുമ്പോൾ മലയാള സിനിമയും അതായത് കാരവാനിൽ വരെ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതിലൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ പുതുമുഖ നടി എന്നുള്ള രീതിക്ക് മേഡം എങ്ങനെയാണ് അതിൻ്റെ അഭിപ്രായത്തേക്ക് നോക്കുക? അതിനെ ഒരിക്കലും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, ലഹരിയെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളത് സിനിമ എന്നൊന്നും ഇല്ലല്ലോ. സിനിമയായാലും ജീവിതമായാലും സ്കൂളാണെങ്കിലും എവിടെയാണെങ്കിലും അത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ്. കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റൊരാളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്കത് വരുമ്പോൾ നമുക്കത് കേൾക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു കേൾവിയായിരിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് അത്തരത്തിലൊരാളുണ്ടാവുക എന്നുള്ളതാണ് ഓരോ പേരൻസിനും, ഓരോ സഹോദരങ്ങൾക്കും, ഓരോ ഭാര്യയ്ക്കും ഭർത്താവിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുവരെ എല്ലാം നമുക്ക് വാർത്തകളിൽ മാത്രം അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മുടെ വീട്ടിലൊരു കാര്യം ഉണ്ടാകുമ്പോഴാണല്ലോ അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. സോ അത് വൈപ്പ് ഔട്ട് ചെയ്യണം, കളയണം. നമ്മുടെ ഈ സർക്കാരാണേലും എല്ലാവരും ഫ്രം അവർ ഫാമിലി, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആ ഒരു തുടർച്ച മാറ്റാൻ നമുക്ക് സാധ്യമാകുന്നത്. അതുപോലെ ഇപ്പോൾ ഫുട്ബോൾ കത്തി നിൽക്കുകയാണ്, അപ്പോൾ ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? അതെ, എല്ലാവരും എന്നോട് ഈ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തതാണ് ഇൻ്റർവ്യൂവിന് വരാൻ നേരത്ത്. ഐ എം എക്സ്ട്രീംലി സോറി, ഞാനൊരു ക്രിക്കറ്റ് പ്ലേയിങ് ഇഷ്ടമുള്ള ഒരാളോ അല്ലെങ്കിൽ ഫുട്ബോൾ ഇഷ്ടമുള്ള ഒരാളോ അല്ല. ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന ഈ സമയം നമ്മുടെ മൂവി റിലീസ് ചെയ്യാൻ പറ്റിയതും അതിൻ്റെ ഭാഗമായതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഏത് ടീമിനോടാണെന്ന് ചോദിച്ചാൽ ഞാൻ കളി കാണാറില്ല, അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായം അതിനോടില്ല. ഇപ്പോ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആ സിനിമയിൽ നോക്കുവാണെങ്കിൽ ഓരോരുത്തരുടെ ജേഴ്സി നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഇന്ത്യയുടെ ജേഴ്സി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ആ സിനിമയിലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സിനിമയില് അർജന്റീനയുടെ ജേഴ്സി കാണാം, ബ്രസീലിന്റെ ജേഴ്സി കാണാം. പക്ഷെ നമുക്കൊരു രോമാഞ്ചം തരണമെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം കൺട്രിയുടെ ഒരു ജേഴ്സി ഇട്ട്, കാരണം നമുക്ക് അങ്ങനെ ഒരു വേൾഡ് കളിക്കുന്ന ഒരു ടീം നമുക്ക് ഇന്ത്യക്കില്ല. ഓക്കെ, അത് വരണം എന്നാണ് ആഗ്രഹം. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും അറിയില്ലെങ്കിലും അത് കുറച്ച് മുന്നേ നടന്ന ഇന്റർവ്യൂവിൽ കാശി എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട് ഇതിൽ,
ഫുട്ബോൾ പ്ലെയർ ആണ് അദ്ദേഹം, അത്ലറ്റാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. കൂടുതൽ വരാത്തത് അതിനെ കരിയറാക്കി മാറ്റാൻ ഒരു പ്രോത്സാഹനം ഫ്രം പൊളിറ്റിക്കൽ ഭാഗത്തോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതൊരു കരിയറായി മാറുക, അതിനെ എത്രത്തോളം അതിനൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ എടുക്കാൻ കഴിയുമെങ്കിൽ ഓരോ വീട്ടിൽ നിന്നും ഓരോ അത്ലറ്റുകൾ ഉണ്ടാവും. ആ ഒരു സപ്പോർട്ട് ആദ്യം വേണം. ആ സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് ഇന്ത്യയിലേക്ക് കളിക്കാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. ഈ ഫുട്ബോളും അങ്ങനെ കാണുന്ന ഓരോ ഫുട്ബോൾ പ്രേമികൾക്കും ഈ സിനിമ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഇൻസ്പിറേഷനാണ്. അത് ഫുട്ബോൾ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള മേഖല ചൂസ് ചെയ്യാനും, അത് ഏതാണോ, ഫുട്ബോൾ ആവണം എന്നില്ല, ചിലപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, മറ്റുള്ള കാര്യങ്ങളായിരിക്കാം, ഏത് തന്നെയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു മെസ്സേജ് ഈ ഒരു ഫിലിമിലുണ്ട്. ഒരു സിനിമയിലേക്ക് വരുന്ന ഒരു താരം എന്ന രീതിയിൽ ആദ്യത്തെ കഥാപാത്രം അത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു. ഫിലിം എൻ്റെ ഇത് ആദ്യത്തെ മൂവിയല്ല, ഹീറോയിനായിട്ടുള്ള എൻ്റെ 6ാമത്തെ സിനിമയാണ് ബോളാഗോളം. പക്ഷേ ഏത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നമുക്കത് ആദ്യം തന്നെയാണ്, ആ കഥാപാത്രം ആദ്യമാണ്, ആ ചുറ്റുപാടുകൾ ആദ്യമാണ്, ക്രൂ ആദ്യമാണ്, എല്ലാം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. വന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കൗതുകവും ഭയവും എല്ലാം ആ കഥാപാത്രത്തിലേക്ക് കയറുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമുക്ക് ആ ഹാങ് ഓവർ കാണും. കുറച്ച് നാൾ നമ്മൾ അതിൻ്റെ പിന്നാലെ ആയിരിക്കും, പിന്നാണ് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. ഫിലിം ഇനി റിലീസ് ആവാനില്ല, ഡിസ്കഷൻസ് ഉണ്ട്, കൺഫേം ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ. ഇപ്പോൾ റീസെൻ്റ്ലി ദുർഗ എന്ന് പറഞ്ഞിട്ട് ZTVയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമ നിൽക്കുന്ന ഒരു ആളെന്ന നിലയിൽ ചോദിക്കുന്നതാണ്, അമ്മയുടെ ഇഷ്യൂസൊക്കെ കാണാറും അതിനെക്കുറിച്ചൊക്കെ നോക്കാറുണ്ടോ? ന്യൂസ് വരുന്ന ചാനൽസിൽ വരുന്ന ന്യൂസുകൾ കാണാറുണ്ട്. എന്താണ് ഇപ്പോൾ സംഘടന തന്നെ ഒരു വലിയൊരു ഇതിലാണുള്ളത്, അമ്മ സംഘടന തന്നെ. അപ്പൊ എന്താണ് ഒരു താരസംഘടനയ്ക്കുള്ളിൽ തന്നെ ഇത്തരം വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ടാവും, അവർക്കൊരു സംശയം ആവുമല്ലോ ഇത്തരം ഒരു സംഘടനയിലേക്ക് ചെല്ലുമ്പം? തീർച്ചയായിട്ടും. കാരണം സംഘടനകൾ ഉണ്ടാവുന്നത് തന്നെ നമുക്ക് ഒരു എല്ലാത്തിനും, അതായത് ഇപ്പം നമുക്ക് അവസരങ്ങൾ ഉണ്ടാവണം, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം, അതിലുപരി നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് സൊസൈറ്റിക്കും കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സംഘടന. അപ്പോൾ അതിന് ഭാരവാഹികളായിട്ടുള്ള ആളുകൾക്ക് അതിനെ സോൾവ് ചെയ്യാനും സോർട്ട് ഔട്ട് ചെയ്യാനും സാധിക്കണം. അത് സാധിക്കുന്നിടത്താണ് നമ്മുടെ ആ സംഘടനയുടെ വിജയം എന്ന് പറയുന്നത്. സാധിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ ഇനി ഉണ്ടാവട്ടെ, നല്ല നല്ല ആളുകൾ അതിലേക്ക് എത്തട്ടെ, പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ അതിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. വിപ്ലവകരമായിട്ടൊരു വിജയമായിരുന്നു ഈ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിലുണ്ടായത്. കാരണം സ്ത്രീകൾ കൂടുതലും എലക്റ്റായ ഒരു സ്ത്രീ അമ്മയുടെ തലപ്പത്തെത്തി. പക്ഷെ അതൊരു അധിക നാൾ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ എന്തായിരിക്കും അതിനൊരു കാരണം? അത് ദുഃഖകരവും നിർഭാഗ്യകരവുമായ കാര്യമാണ്. കാരണം സ്ത്രീകൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ നടക്കുന്ന ഇഷ്യൂസുകളും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാതെ പോകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നമുക്ക് വിഷമമുണ്ട്. പിന്നെ ഇൻസൈഡിൽ നടക്കുന്ന എന്തൊക്കെയാണ് ഇഷ്യൂസ്, കോംപ്ലിക്കേഷൻസ് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ആധികാരികമായി അതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പുതുമുഖങ്ങളൊക്കെ ഈ നേതൃത്വ നിരയിലേക്ക് വരണം എന്നുള്ള അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതല്ല ഒരാളെ ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തമാക്കുന്നത്, അവർക്ക് എത്രത്തോളം വിഷൻ ഉണ്ട് എന്നുള്ളതാണ്. പുതിയ ആളുകളിലേക്ക് അത് എത്തുമ്പോൾ അവരുടെ പുതിയ വിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിനൊരിക്കലും ഫിലിം ഫീൽഡിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതായിരിക്കില്ല. മേ ബി അതിൽ പ്രവർത്തിച്ച് എത്ര വർഷത്തെ പരിചയമുണ്ട് എന്നുള്ളതും ആയിരിക്കില്ല. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഇപ്പം ആക്ടർ വിജയ്, ബഹുമാനപ്പെട്ട അദ്ദേഹം മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ. പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് എത്രമാത്രം മുൻപ് അദ്ദേഹം MLA ആയിട്ട് മത്സരിച്ചിട്ടോ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല. അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അത്യാവശ്യം കാര്യങ്ങളെ നന്നായിട്ട് വിഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് ആ നാട് ഭരിക്കുന്നത്. അപ്പം ഒരാൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതിലുപരി ഒരാൾക്ക് എന്തോരം വിഷൻ ഉണ്ടെന്നുള്ളതായിരുന്നു മെയിൻ കാര്യം. എന്ന് പറയുന്നത് പോലെ നല്ല വിഷനുള്ള പുതിയ ആളുകൾ എത്തിപ്പെടട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. യെസ്. വിജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ വിജയ് ആ TV എന്നുള്ളൊരു പാർട്ടി തുടങ്ങാൻ വേണ്ടി അതിന് മുമ്പ് കുറെ പ്രവർത്തിച്ചിരുന്നു. ഉറപ്പായും അതും അറിഞ്ഞിട്ടുണ്ട് വാർത്തയിൽ. അപ്പോൾ ആ ഒരു വിഷനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും അതിനോടുള്ള ആഗ്രഹവും ഡെഡിക്കേഷനുമാണ്. കാരണം ഫിലിം ആക്ടർ ആകണം, ആക്ട്രസ് ആകണം എന്നുള്ളൊരു ആഗ്രഹം പോലെ തന്നെയാണ്. പൊളിറ്റിക്സ് അത്രത്തോളം ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാടിൻ്റെ, സംസ്ഥാനത്തെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് എപ്പോഴോ 2010 ഇൻ്റർവ്യൂസിലൊക്കെ അദ്ദേഹത്തിന് പൊളിറ്റിക്സിലേക്ക് വരണം എന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പം അത്രയും അതിനെ സ്റ്റഡി ചെയ്തിട്ടാകാം അതിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ ഒരു പാഷൻ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. പിന്നെ ഇത് പൊളിറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞാണ്. ഇപ്പോൾ അധികാരത്തിലേറിയ ശേഷം വിജയ് അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ അറിയുന്നുണ്ടല്ലോ.
അപ്പോൾ ശരിക്കും ആക്ടറായുള്ള വിജയനെയാണോ ഇപ്പോൾ ഭരിക്കുന്ന ഒരു വിജയമാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു നായകൻ ഒരു സൂപ്പർ ഹ്യൂമൻ ചെയ്യുന്ന പോലെ അല്ലേ നായകനായിട്ട് നിന്ന സമയത്ത് ചെയ്യാറുണ്ട്. കുറച്ചൊക്കെ ഫാൻറ്റസി ആയിരിക്കും, കുറച്ചൊക്കെ റിയാലിറ്റി ആയിരിക്കും. ഈ ഫാൻറ്റസി ജീവിതത്തിൽ നടത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത്തരത്തിലുള്ള ഫാൻറ്റസികൾ ജീവിതത്തിൽ നടത്തിയെടുക്കാൻ അതുപോലുള്ള ആളുകൾ ഭരണത്തിൽ വന്നാൽ ഒരു പക്ഷേ സാധ്യമാവും. ഇപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു വാർത്ത കണ്ടു, AC ബസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം, സാധാരണക്കാരും ഇനി മുതൽ AC ബസ്സിൽ സഞ്ചരിച്ചാൽ മതി എന്നൊരു തീരുമാനം. അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ പോലും ചിന്തിക്കുകയാണ്. അതായത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും പ്രാപ്തമാകുന്ന രീതിയിലേക്ക് ഒരു ഗവൺമെൻറ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റത്തിൻ്റെ വലിയ തുടക്കം തന്നെയല്ലേ. അപ്പൊ അതേപോലെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രിയദർശിനി ബസ്സില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ കുറെ പേര് പറഞ്ഞിരുന്നു അതൊരു ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവരുമായിരുന്നെങ്കിൽ അത് സ്ത്രീ എന്നത് മാറ്റി നിർത്തി സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കൊടുക്കുന്ന ഒരു സംഭവമാക്കാന്നൊക്കെ ഒരു കൺസെപ്റ്റ് വന്നിരുന്നു. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ? ആരോഗ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന കാര്യങ്ങളുടെ എക്സ്പെൻസസ് ആണോ അതോ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്ന കാര്യങ്ങളാണോ? മെഡിസിൻ മാത്രമല്ലാതെ ബാക്കി ആരോഗ്യപരമായിട്ട് വീട്ടിൽ കഴിയുന്നവർക്കൊക്കെ ഉണ്ടാവും. മനസ്സിലായി. അല്ല, അതിനിപ്പോ ഒരു ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ലക്ഷമാണോ 25 ലക്ഷം രൂപ വരുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാ ആളുകൾക്കും. അതിനിപ്പം മീൻസ് റിച്ച് ആണ് പോറാണ് എന്നുള്ളതില്ലാതെ എല്ലാ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി അവർ കൊണ്ടുവരുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പെടില്ല ഈ പറയുന്ന മെഡിക്കൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ മാഡം സിനിമ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ് ഞാൻ. അപ്പോൾ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് അവസാനമായിട്ട് എന്താണ് പറയാം? സിനിമ നമ്മുടെ ഒരു കുഞ്ഞു മൂവിയാണ്, പക്ഷേ നിങ്ങളെ ഉറപ്പായും നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കാനുള്ള ഒരു കണ്ടൻറ്റാണ്. അത് നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാനൊരു ആക്ട്രസ് എന്നുള്ളതിലുപരി ഞാൻ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കണക്ട് ചെയ്യുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. നല്ല പാട്ടുകളുണ്ട്, ഗോപി സുന്ദർ സാറിൻ്റെ മ്യൂസിക്കാണ്, നല്ല ആക്ടേഴ്സ് ഉണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും. സോ നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു മൂവിയെ സപ്പോർട്ട് ചെയ്യണം. ജൂലൈ 3 നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. Okay, thank you. Thank you so much.